എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു രസവടയുടേതാണ്. ആദ്യം നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കണം, രസവട എന്ന് പറയുമ്പോൾ. പിന്നെ രസം ഉണ്ടാക്കണം. ഈ രസത്തിൽ ഈ പരിപ്പ് വട ഇട്ട് വെക്കണം. ഒരു 4-5 മണിക്കൂർ ഇട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ അതിൽ ഒരു ഓവർനൈറ്റ് ഇട്ട് വെച്ചെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിന് ആദ്യമായിട്ട് നമ്മൾ പരിപ്പോടെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പീസ് പരിപ്പാണ് എടുക്കുന്നത്. ഈ പീസ് പരിപ്പ് നമ്മൾ വെള്ളത്തിൽ 1 മണിക്കൂർ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒരു 3-4 ആവർത്തി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളിതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്നത് ചെറിയ ഉള്ളി, പിന്നെ സവാള, ഒരു പകുതി സവാള ഞാൻ എടുത്തിട്ടുള്ളൂ, ഇഞ്ചി, പച്ചമുളക്, ചുവന്ന മുളക് ഒരു 2 എടുത്തിട്ടുണ്ട്, മല്ലിയില, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അപ്പൊ ഇത് ഇതിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഞാൻ അരച്ചപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കൈയൊക്കെ നല്ലപോലെ കഴുകി എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. കണ്ട, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഇവിടെ സ്റ്റൗ ഓൺ ചെയ്തു. ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിലെ വെള്ളമൊക്കെ പോയി നല്ലപോലെ വറ്റി കഴിയുമ്പോൾ, ചീനച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചീനച്ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിൽ നിന്നിങ്ങനെ ബബിൾസ് വരും. അപ്പൊ അതാണ് ചൂടായ കറക്റ്റ് പാകം. വേണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരു പ്ലേറ്റിൽ വെക്കാം. സൈഡൊക്കെ ഒന്ന് ശരിയാക്കി, കണ്ട ഇങ്ങനെ ആക്കി നമ്മുടെ ഈ വെളിച്ചെണ്ണയിലേക്ക്, ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഞാനിവിടെ 2 എണ്ണം മാത്രമേ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ വെച്ചിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണ, അത് ഡിപ്പ് ചെയ്ത് കിടക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണയെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 1 എണ്ണം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്നിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം. എന്നാൽ നല്ല പോലെ വെന്ത് കിട്ടും. എങ്കിൽ മാത്രം. ഇപ്പം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. 2 വശവും ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ, ഫ്ലെയിം കുറച്ച് വെച്ചു. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചു. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത 2 എണ്ണം ഇട്ട് കൊടുക്കാം. 2 എണ്ണം ഞാൻ ഇടുന്നുള്ളൂ. പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് എനിക്കൊരു 18 പരിപ്പ് വട ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല സ്മെൽ വരുന്നുണ്ട്, നല്ല ടേസ്റ്റിയും ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഒരെണ്ണം ഒന്നെടുത്ത് ഒന്ന് മുറിച്ചു നോക്കാം. ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അധികം തിക്നെസ് ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കിയത്.
നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു എരിവും നല്ല ക്രിസ്പി ആയിട്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് രസത്തിലേക്ക് ഇട്ട് വെക്കണം. അപ്പം രസം ഉണ്ടാക്കട്ടെ, എന്നിട്ട് രസത്തിലിട്ട് വെക്കാം. രസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ട് ധാരാളമായിട്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ വട ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ ടിപ്പ് ചെയ്ത് കിടക്കണം വട. രസത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. ഞാനിപ്പോൾ 2 വടയെ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിൽ കിടന്ന് ഈ രസത്തിൽ കിടന്ന് കുതിരണം. എന്നിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഒരു 4-5 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. രസവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മണിക്കൂറായി ഞാൻ ഈ രസത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. കാണാമോ? നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ആ രസത്തിൻ്റെയും ഒരു പുളിയും വട നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇതുപോലെ. പിന്നെ ഞാൻ സദ്യ രസം ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കണം. അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.